ആറ്റിങ്ങൽ വലിയകുന്ന മനോമോഹന വിലാസം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ജയഭാരത് സ്കൂളിൽ വെച്ച് നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം MP അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജീവിത ചക്രവിധായക നായക സർവചരാചര ദേവ നമസ്തേ. 12ാം വാർഡിൻ്റെ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വാർഡിലെ അമ്മമാർ, സഹോദരിമാർ, അതുപോലെ തന്നെ ഗുരുജനങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വേദിയാണ്. അധ്യക്ഷൻ തന്നെ കാര്യങ്ങൾ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മറ്റൊരു നേതാവ് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് മഹിളാ കോൺഗ്രസിൻ്റെ ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ തലത്തിൽ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ് ശ്രീമതി ദീപ അലി. ഞാനിത് സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ഈ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുതിയ തലമുറയുടെ മുമ്പിലാണ്. പഴയ തലമുറയ്ക്ക് അറിയാം, എങ്കിലും പുതിയ തലമുറയ്ക്ക് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന കാര്യം അറിവില്ലാത്ത ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയും പുത്തൻ തലമുറ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് ഇതുപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ VS അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മികച്ച വിദ്യാർത്ഥി പ്രതിഭകളെയും ചടങ്ങിൽ MP ആദരിച്ചു. നോവലിസ്റ്റും സാഹിത്യകാരനുമായ P അനിൽകുമാറിനെയും കവയത്രിയും കഥാപ്രാസംഗികയുമായ S അനിതകുമാരിയെയും മൊമന്റോയും പൊന്നാടയും നൽകി MP ആദരിക്കുകയും ചെയ്തു. വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത, സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന അവനവഞ്ചേരി ഗ്രാമത്തിലെ നിർധന ബ്രാഹ്മണ കുടുംബത്തിന് 15,000 രൂപയുടെ ധനസഹായമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. GSTU സംസ്ഥാന മുൻ പ്രസിഡന്റ് J ശശി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീപ അനിൽ, NSU നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ NN നഫ്രിൻ, A അംബിരാജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജയചന്ദ്രൻ നായർ, S ശ്രീരംഗൻ, AM താഹ, A ഗോപി, ആലങ്കോട് സഫീർ, AH ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തോടനുബന്ധിച്ച് ചടങ്ങിൽ ഇഫ്താർ ചടങ്ങും നടത്തുകയുണ്ടായി. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.